Food and Travel. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ വ്ലോഗുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാദാ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. ഇനി അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാവുന്ന സമയത്ത് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് വേവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക്സ്. ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ച് ഞങ്ങളുടെ വ്ലോഗുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു കിടിലൻ വ്ലോഗ് പിന്നെ ബൈ.